നാക്കൊണ്ടെന്ന് കരുതി ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ ആ നാക്കരിഞ്ഞു കളയാൻ എനിക്കൊരു മടിയുണ്ടാവില്ല. നിങ്ങളെല്ലാരും പറയുന്ന കേട്ട് കരഞ്ഞ് മനസ്സ് വിഷമിച്ച് നിൽക്കുന്ന ചാരുവിനെ എല്ലാരും കണ്ടിട്ടുള്ളൂ. ചെയ്യുന്നു പറഞ്ഞ ചെയ്തിരിക്കും ഞാൻ. നീ എന്താടി കിടന്ന് തുള്ളുന്നേ? പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്കണേ. ശാന്തപ്പ മാമ, ആരുടെയും ക്ഷമയെ പരീക്ഷിക്കരുത്. ഈ നിശ്ചയത്തിന് അച്ഛന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നേ? ഇറങ്ങി പോകാൻ നോക്ക്. നിന്റെ വാക്കും കേട്ട് അനുസരിച്ച് ഇറങ്ങി പോകുന്നവനാണ് ഈ ശാന്തപ്പെടുന്ന് കരുതിയോ? നീയേ മിണ്ടാതെ ഉരിയാടാതെ അവിടെ എങ്ങനെ പോയി നിൽക്കും. മിണ്ടാതിരുന്നോണം നിങ്ങള്. അക്കുച്ചേട്ടൻ എന്റെ ഭർത്താവാ. അക്കുച്ചേട്ടനെ പറഞ്ഞാൽ എനിക്ക് നോവും. എന്റെ അമ്മയോട് കാണിച്ചതിന് പകരം ചോദിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കരുത്. എടാ മാഷേ, എല്ലാവർക്കും എന്താ നല്ല ക്ലാസ് കൊടുത്ത് വെച്ചിട്ടുണ്ടല്ലേ? വലിഞ്ഞു കയറിയൊന്ന് എവിടെ കൊണ്ട് ഡയലോഗ് എല്ലാം പറയിപ്പിച്ചിട്ട് മിണ്ടാതെ കേട്ട് നിന്നങ്ങ് ആസ്വദിക്കുകയാണല്ലേ? എന്തൊരു ജന്മമാണോ തന്റെ? മക്കള് 4 പേരുണ്ടെങ്കിലും അവരെ ഒരുപോലെ കാണാതെ സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിച്ച് കുടുംബത്തെ കലഹമുണ്ടാക്കി ആസ്വദിച്ചങ്ങ് നിക്കുക. കൊള്ളാം മാഷേ, കൊള്ളാം. മരുവനെ, അരവിന്ദേ, ഇന്ന് നടക്കുന്ന കല്യാണ നിശ്ചയായാലും അത് കഴിഞ്ഞ് നടക്കുന്ന കല്യാണമായാലും അതെ ഈ ശാന്തപ്പ മാമൻ മുന്നിൽ നിന്ന് നടത്തോടാ. എടോ കിഴങ്ങൻ ശാന്തപ്പ, എത്ര പ്രാവശ്യം പറഞ്ഞാലും തന്റെ തല കയറില്ലേ? സ്വന്തം മകളുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റാത്തവനാ ഇവന്റെ കല്യാണം നടത്താൻ പോകുന്നു. കണ്ടാലും മതി അവന്റെ ഒരു മോന്ത. നല്ല കൂട്ടാ രണ്ടുപേരും. മരപ്പട്ടയ്ക്ക് ഈനാമ്പേച്ചി കൂട്ടുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ടു. മോശേ, നിശ്ചയത്തിന് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വേണ്ട, വരണ്ട. അതിന് വന്നവരെ ഓരോന്ന് പറഞ്ഞ് അപമാനിക്കുന്ന പരിപാടി കാണിച്ചാലുണ്ടല്ലോ സ്വഭാവം മാറും. എല്ലാവരും വിളിച്ചു വരുത്തി നാട്ടിക്കുന്ന കാര്യമല്ലേ മാഷ് ചെയ്തോണ്ടിരിക്കുന്നേ? വന്നവരുടെ കുറ്റം കുറവും പറഞ്ഞ് തിരിച്ചുവിടാൻ നോക്കുവല്ലേ? അരവിന്ദേ, നീ മിണ്ടാതിരിക്കും. മാഷേ, ഞങ്ങളാരും അങ്ങോട്ട് പോയി കല്യാണം ആലോചിച്ചതല്ലോ, അവൾ ഇങ്ങോട്ട് വന്നതല്ലേ. എന്റെ മകൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത നിങ്ങൾ ഒരു മനുഷ്യനാണോ? ഞാനും എന്റെ മോനെ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ ഈ നിശ്ചയത്തിന് വരില്ല എന്ന് പറയുന്നത്? ഏമ ചോദിച്ചത് ശരിയല്ല മാഷേ. അവര് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഈ ബന്ധത്തിന് എതിർക്കേണ്ട കാര്യമുണ്ടോ? അനിയൻ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുകയല്ലേ? അപ്പോൾ ചേട്ടന്റെ കല്യാണം നടത്തി കൊടുക്കേണ്ടത് മാഷിന്റെ കടമയല്ലേ? അരവിന്ദന്റെ കല്യാണം നടക്കണം. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ വെച്ച് തന്നെ നടക്കണം. പക്ഷെ ആ ചീഫ് എഞ്ചിനീയർ പെണ്ണിന്റെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേറെ ഏത് പെണ്ണാണെങ്കിലും ഇവൻ പറയട്ടെ, ഞാൻ നടത്തി കൊടുക്കാൻ കല്യാണം. അതും ഇവന്റെ അമ്മയും ഇവനും പറയുന്ന പോലെ. നമസ്കാരം റാണിക്ക് പറമ്പ സാർ. നമസ്കാരം. എന്താ ഈ വഴിക്കൊക്കെ? സത്യപ്രതിജ്ഞയ്ക്ക് വരാൻ കഴിഞ്ഞില്ല. ഇവിടെ കുറച്ച് പ്രോബ്ലങ്ങള്. അറിഞ്ഞു ബാല. വരൂ സാറ്. വേണ്ടോ ബാല, താൻ നിക്ക്. തനിക്കറിയോ, തന്നെ ഈ പ്രായസ പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ വാർഡിൽ നിർത്തണമുണ്ടായിരുന്നു. പക്ഷെ തനിക്കറിയാലോ, സീറ്റിന് വേണ്ടി പിടിവലിയ. സീറ്റ് കൊടുത്തില്ലേ പിന്നെ വിമതശല്യവാ. പണ്ട് സാറിന്റെ നിർബന്ധം പ്രകാരം ഞാൻ മത്സരിച്ചു, ജയിച്ചു. ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായി. അന്ന് മുതൽ എന്റെ ഗുരു സാറല്ലേ. എന്റെ മാത്രമല്ലല്ലോ, ഇപ്പോഴത്തെ പല MLA-മാരുടെയും മന്ത്രിമാരുടെയും ഗുരു സാറ് തന്നെയല്ലേ. ഇവരെ അറിയില്ലേ ബാലനെ? പിന്നെ എനിക്കറിയില്ലേ. ജയരാജനും സുധാംശൊക്കെ എന്റെ സുഹൃത്തുക്കളല്ലേ. വർഷങ്ങളായിട്ടുള്ള ബന്ധമല്ലേ ഇവരൊക്കെ ആയിട്ട്. ഈ കുട്ടനാടിന്റെ ഉന്നതിക്ക് തന്നെ കാരണം ഇവരല്ലേ. മാഷിനെ കണ്ടിട്ട് എത്രയോ നാളായി.
ബിസിനസിന്റെ തിരക്കാ. അറിയാന്നേ. ബാല നമ്മുടെ ബാല്യം ഓർക്കുന്നില്ലേ? ഉണ്ടോന്നോ? എപ്പോഴും ഓർക്കാറുണ്ട്. അതൊക്കെ മറക്കാൻ പറ്റുമോ? നീയൊക്കെ ഇപ്പൊ വലിയ ആളായി പോയില്ലേ. സാമൂഹിക പ്രവർത്തകൻ, നാട്ടുകാരുടെ നന്മമരം, അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെയൊന്നുമില്ല ബാല, അത് ഓരോരുത്തരും പേരിട്ട് വിളിക്കുന്നതല്ലേ. പണ്ട് ഞാനും നെയ്യും പറഞ്ഞതുപോലെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അത് ഞാനിങ്ങ് ഏറ്റെടുത്തു, അത്രേ ഉള്ളൂ. സന്തോഷം. അല്ല, താണിക്കപ്പറമ്പ സാറിനെയും കൂട്ടി നിങ്ങളെല്ലാരും കൂടി എന്നെ കാണാൻ വന്നെന്തിനാ? താണിക്കമ്പറമ്പ് സാറിനെ കൂട്ടി ഞങ്ങൾ വന്നതല്ല, താണിക്കമ്പറമ്പ് സാറാ ഞങ്ങളെയും കൂട്ടി വന്നത്. എന്താ സാറേ, പ്രത്യേകിച്ച് എന്തെങ്കിലും? അതുണ്ട് ബാല. ബാല, ഇവരെ നിനക്കറിയാലോ? അറിയാം. ഈ കുട്ടി നമ്മുടെ കുട്ടനാട്ടിലെ പുതിയ ചീഫ് എഞ്ചിനീയറാ. അതും നിനക്കറിയാലോ? അറിയാം. നിന്റെ മൂത്ത മകനെ കല്യാണം ആലോചിച്ചിരുന്നതല്ലേ? അതങ്ങനെയല്ല സാർ. എനിക്കറിയാം. നിന്റെ മോനുമായി കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഈ കുട്ടിക്ക് നിന്റെ മൂത്ത മകനെ ഇഷ്ടമാണ്. കല്യാണം നടത്തി കൊടുക്കാമെന്ന് നീ വാക്ക് പറഞ്ഞു എന്ന് ഇവരെന്നോട് പറഞ്ഞു. ഞാൻ വാക്കൊന്നും പറഞ്ഞിട്ടില്ല സാർ. വാക്ക് പറയണ്ട, ആലോചിക്കാന്ന് പറഞ്ഞിരുന്നോ?